ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നാട്ടിൽ പോവുകയാണ്. പുലർച്ചയ്ക്ക് 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പാക്കിങ്ങൊക്കെ തലേന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ചോറും കറിയും കൊണ്ടാട്ടമുളകും കയ്പ്പ കൊണ്ടാട്ടും വെള്ളവുമാണ് എടുത്ത് 2 ബോട്ടിൽ വെള്ളം എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങലോ. ദിവസം കംപ്ലീറ്റ് യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ 2 രാത്രിയും 2 പകലുണ്ടാവും. ഒരു പകലിലേക്കുള്ള രാത്രിയിലേക്കുള്ള ഫുഡാണ് ഇത് ഉള്ളത്. മോരുകറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ കേടുവല്ലല്ലോ രാത്രി ആയാലും, ടേസ്റ്റ് കൂടല്ലേ ഉള്ളൂ. അപ്പം മാറ്റി റെഡിയായിട്ട് നിൽക്കുകയാണ്. സമയം ഒരു 8:30 ആയിട്ടുണ്ടാവുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ വണ്ടി വിളിച്ച് ചോദിച്ചപ്പം ഗേറ്റിൻ്റെ അടുത്ത് എത്തി 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്വാർട്ടറിൻ്റെ മുമ്പിലെത്തുമെന്ന് പറഞ്ഞപ്പം ഏട്ടൻ ബാഗൊക്കെ താഴെ കൊണ്ടൊക്കെയാണ്. അപ്പം നല്ല സന്തോഷമുണ്ട് കേട്ടോ. കഴിഞ്ഞ നവംബറിലാണ് ഞങ്ങൾ ലീവ് കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത്. അപ്പോൾ എത്ര മാസമായി, 5-6 മാസത്തിൽ മേലെയായല്ലോ പോയിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ പോരാത്തതിന് ചൂടും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് യൂറിൻ ഇൻഫെക്ഷനും BP ലോ ആവലും ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര ചൂടായതുകൊണ്ട് 45-46 ഡിഗ്രി ഒക്കെ ആയിരുന്നു ചൂട്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. 10:30 എൻ്റെ മംഗളയ്ക്കാണ് കേട്ടോ നമ്മൾ പോണത്. 9:30 ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. 10:45 ആകുമ്പോഴാണ് അനൗൺസ് ചെയ്ത് വണ്ടി വരാനായത്. അപ്പം നമ്മളിങ്ങനെ കയറാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ട്രാക്കിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. പിന്നെ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത്രയും സാധനങ്ങളില്ല. ഞങ്ങൾ 2 ആളേ ഉള്ളൂ. അപ്പം കയറുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇത്രയും കാലം 3 ടയറിലായിരുന്നു പോയത്. ഇപ്പോൾ ഈ തവണ ഞങ്ങൾ 2 ടയറാണ് ബുക്ക് ചെയ്തത്. കാരണം മറ്റതിലൊന്നും ടിക്കറ്റ് തീരെയില്ല. ഇത് RAC ആണ് കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല, 2 ആൾക്കും കൂടെ ഒരു സീറ്റ് എങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് TTRനെ കൊണ്ട് ചോദിച്ച് വാങ്ങാം എന്ന് വിചാരിച്ച് ധൈര്യത്തിൽ കയറിയതാണ്. പിന്നെ ഞങ്ങൾക്കിത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ 3 ടയറിൽ ചെയ്താൽ ഇതുപോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഈ 2 ടയറിൽ നല്ല കംഫർട്ടാണ്. കർട്ടനൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഭയങ്കര ബഹളമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടേതായ ഒരു പ്രൈവസിയിൽ ഇരിക്കുക. പിന്നെ ഓവർ കച്ചവടക്കാരോ ചായ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വരിക എന്നല്ലാതെ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ, 7 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ കുറച്ച് നേരത്തെ കഴിച്ചതുകൊണ്ട് വണ്ടി കയറിയപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ ഭയങ്കര ഇഷ്ടമുണ്ടോ ലിറ്റിൽ ഹാർട്ട് എനിക്ക്. അപ്പോൾ അതൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, റസ്ക് ഉണ്ടായിരുന്നു, അങ്ങനെ 1-2 സാധനം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട്. 12 മണിയാകുമ്പോഴേക്ക് ചോറ് വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വിശപ്പുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ വേഗം ചോറ് കഴിക്കാൻ 12-12:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ചോറ് കഴിക്കാതെ പിന്നെ കേട് വരുമോ എന്താണെന്ന് അറിയില്ലല്ലോ. പിന്നെ അതുമല്ല, നേരത്തെ കുറച്ച് നേരം കിടന്നുറങ്ങാതെ നേരത്തെ എണീറ്റതല്ലേ, 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റതല്ലേ. അപ്പം കുറച്ച് റെസ്റ്റ് എടുക്കും ചെയ്യാമല്ലോ വെച്ചിട്ട് നേരത്തെ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഈ കാണുന്ന പാത്രത്തിൽ എന്താ പറയുക, ഉപ്പാണ് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേമ്പൊക്കെ ഇട്ട് വെച്ചതല്ലേ കറി. അപ്പോൾ ചേമ്പിലൊക്കെ ഉപ്പ് പിടിക്കുക എന്താ അറിയില്ല വെച്ചിട്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടെ കരുതിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. രാത്രി ഇത് തന്നെയാണ്, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ സീറ്റ് RAC എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഗോളിയർ കഴിഞ്ഞ് ജാൻസിക്ക് എത്താനായപ്പോൾ തന്നെ നമുക്ക് TTRൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ ഒരു സീറ്റ് സെറ്റാക്കി തന്നു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിടന്നു. പിന്നെ കുറച്ച് സിനിമയൊക്കെ കണ്ടതിന് കഴിഞ്ഞു. പിന്നെ രാത്രി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. രാത്രി സെയിം ഫുഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ അടുത്ത ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എണീറ്റുണ്ട്. 5:45-6 മണിയാകുമ്പോൾ എണീറ്റുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാവുക ബ്രഷ് ചെയ്യാനും ബാത്റൂം പോകാനൊക്കെ. അപ്പം നേരത്തെ എണീറ്റു. കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ നിന്ന് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്കും പനവേലെത്തും. പനവേലിൽ നിന്ന് നമുക്ക് കേരള ഫുഡ് കിട്ടും കേട്ടോ. അത് ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു കാര്യമാണ്. തലേ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചു. ഇന്ന് പനവേലിൽ നിന്ന് നല്ല അടിപൊളി കേരള ഫുഡ് കിട്ടും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിയത്. ഇഡ്ഡലിയും ചട്നി സാമ്പാറും പിന്നെ പൊറോട്ടയും കടലക്കറിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ 150 രൂപയാണത്. പിന്നെ 4 ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഉച്ചക്കലത്തേക്കും രാത്രിയിലത്തേക്കും ഉള്ള ചോറ്. അത് പറഞ്ഞ പോലെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉള്ള അത് ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ 4 ഇഡ്ഡലി ഉണ്ടായിരുന്നു, 2 പൊറോട്ടയാണ് വാങ്ങിയത്. പിന്നെ കടലക്കറി നന്നായിരുന്നു. സാമ്പാർ വലിയ ടേസ്റ്റ് ഇല്ല. ചട്നി ഓക്കെ, തേങ്ങ അരച്ചിട്ടുള്ള ചട്നി തന്നെയാണ്. കുറച്ച് കടലയുണ്ട് എന്നാലും തേങ്ങ കുറച്ചുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞാൻ ആദ്യം വിചാരിച്ച് പൊറോട്ട അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. കാരണം ഈ കടുകെണ്ണയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയതാകുമ്പോൾ ഞങ്ങൾ ഗോളിയിരുന്നത് അതേമാതിരി ഒരു പൊറോട്ട വാങ്ങിയിരുന്നു കേരള സ്റ്റോറിൽ നിന്ന്. അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. കളയേണ്ടി വന്നു. രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒരു കഷ്ണം പകുതിയാണ് ഞാൻ കഴിച്ച്, ബാക്കി കളയുകയാണ് ചെയ്തത്. ഒരുമാതിരി ടേസ്റ്റേ ഉണ്ടായില്ല. അപ്പോൾ ഇതും അതുപോലെ കഴിച്ച് നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ പൊറോട്ടയും കടലക്കറിയും. തേങ്ങ ഒന്നും അരച്ചിട്ടില്ല. കടലക്കറി എന്താ ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് ഇല്ല അങ്ങനെ എന്നൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അന്നേരം അത് ഭയങ്കര രുചിയായിരുന്നു കേട്ടോ.
കഴിച്ച് പകുതി ആകുമ്പോഴാണല്ലോ നമ്മളെ വയറ് നിറയുമ്പോഴാണല്ലോ നമുക്ക് എന്ത് തോന്നുക അതത്ര രുചിയില്ല പോരാന്നുള്ളത്. പക്ഷേ ആ ഒരു 5-6 മാസത്തിന് ശേഷം പൊറോട്ടയും കടലക്കറിയും കഴിക്കുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റ് ആയിരുന്നു. എന്നാൽ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അപ്പോഴാണ് കുറച്ച് കച്ചവടക്കാർ ആകെ ഒരാളെ കയറിയിട്ടുള്ളൂ. ഈ 2 ടയറാകുമ്പോൾ അത്ര, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കച്ചവടക്കാരൊക്കെ കുറവാണെന്ന്. 3 ടയറിലാണെങ്കിൽ എപ്പോഴും കച്ചവടക്കാരുണ്ട്, ഒരുപാട് സാധനങ്ങളും ഉണ്ടാവുമായിരുന്നു, ബാഗും അതും ഇതും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ക്രാബിൻ്റെ ആണ് വന്നത്. കുറേ വെറൈറ്റികളായിട്ട് അങ്ങനെ പെറുക്കി, എന്നെ കാട്ടി കൂടുതൽ ആവേശം ആൾക്കാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ പെറുക്കി വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കാണുന്നൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിയതുള്ളത്. അത് നമ്മളെ നാട്ടിലൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ക്രാബ് ഇത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു 5-6 ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 500 രൂപയായിട്ടുണ്ട്. ഒത്തിരി പ്ലാനും പദ്ധതികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. ഒക്കെ നടക്കില്ലെന്നറിയില്ല. നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ ആവില്ല എല്ലാ കാര്യങ്ങളും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചു. നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്ത് അവിടെ പോകണോ ഇവിടെ പോകണോ അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടും പക്ഷേ ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മയുടെ അമ്മയ്ക്ക് തീരെ വയ്യാതായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ഇന്നലെ രാത്രി അഡ്മിറ്റ് ആക്കിയതാണ് 1 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ കയറാൻ പറ്റുമെങ്കിലും ഒന്ന് കയറണമെന്നുണ്ട്. നമ്മൾ കോഴിക്കോട് എത്തുക പുലർച്ചയ്ക്ക് 2 മണിയാകുമ്പോഴാണ്. അപ്പോൾ ആ ട്രെയിനിൻ്റെ ടൈം അപ്പോഴാണ്. പക്ഷേ എന്താ പാടെന്ന് അറിയില്ല. പറ്റുകയാണെങ്കിൽ കയറണമെന്നുണ്ട്, ഹോസ്പിറ്റലിൽ അമ്മമ്മേനൊന്ന് കാണണമെന്നുണ്ട്. അങ്ങനെ ഉച്ചക്കായപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, സാമ്പാർ, അച്ചാർ, ഉപ്പേരി. നമുക്ക് സ്പെഷ്യലായിട്ട് ഇപ്പം മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സീറ്റിൽ കൊണ്ടുതരും കേട്ടോ. ഇത് വണ്ടി പനവേലിൽ നിർത്തുന്ന ടൈമിൽ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ചോറിന് 100 രൂപ അങ്ങനെയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് ഉറങ്ങിയേ. കാരണം ഇനി പുലർച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ 2 മണി 2:30 ഒക്കെ ആകുമ്പോഴാണ് ട്രെയിൻ എത്തുക. ഓൺ ടൈം ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആവണമെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഒന്ന് ഉറങ്ങണത് നല്ലതാണല്ലോ, നേരത്തെ എണീറ്റിരിക്കണ്ടേ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ഗോവ എത്താനായേ. അപ്പോൾ ഗോവ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൗത്തിൻ്റെ ഒരു ലുക്കാണ്. വീടുകളാണെങ്കിലും പ്രകൃതി ആണെങ്കിലും ഒക്കെ നല്ലൊരു നമ്മളെ കേരളത്തിൻ്റെ ഒക്കെ ഒരു, പ്രത്യേകിച്ച് ഗോവ കേരളത്തിൻ്റെ സെയിം പകർപ്പാണെന്ന് പറഞ്ഞു കേട്ട് ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ കാണുമ്പോഴും ട്രെയിനിലിരിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. വീടുകളാണെങ്കിലൊക്കെ നമ്മളെ കേരളത്തിൻ്റെ ഒക്കെ ഒരു ലുക്കാണുള്ളത്. അപ്പോൾ സൗത്തിലേക്ക് എത്തിയ ഒരു ഫീലാണ്. അപ്പോൾ തന്നെ നല്ല സന്തോഷമാണ് മനസ്സിൽ. പിന്നെ പോരാത്തതിന് ക്ലൈമറ്റിനാണെങ്കിലും നല്ല ചേഞ്ച് ഉണ്ട്. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു, മഴക്കാറുണ്ട്, ഇടയ്ക്കൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സന്തോഷമാണ്. വൈകുന്നേരം ചായ കുടിക്കണ പതിവൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം കുടിക്കണ്ടേ, ഏട്ടന് ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ വാങ്ങി കഴിക്കണ്ടേന്നെ. കടികളൊന്നും വാങ്ങില്ല, കഴിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മേഘങ്ങളുള്ള ആകാശം, പച്ചപ്പും മലനിരകളൊക്കെ കാണാൻ തുടങ്ങി ഈ ഗോവ കഴിഞ്ഞത് മുതൽ. പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇനി വരുന്നത് മുഴുവൻ തുരങ്കങ്ങളാണ്. ഒരു ടവർ പോലും, സിഗ്നൽ പോലും ഉണ്ടാവില്ല. മിനിറ്റിന് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ചിലപ്പോൾ വലിയ തുരങ്കം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടവറേ കിട്ടില്ല, നെറ്റ്വർക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ചെവി ഇങ്ങനെ അടയണ പോലെ തോന്നും. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ചെവി ഇങ്ങനെ അടയണ പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഏട്ടനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ അന്ന് രാത്രി കൂടെ കഴിഞ്ഞ യാത്ര അവസാനിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ നമുക്ക് കോഴിക്കോട് എത്തുട്ടോ. നമുക്ക് പരപ്പനങ്ങാടി ഇറങ്ങുന്നതാണ് എളുപ്പം. പക്ഷെ പരപ്പനങ്ങാടി സ്റ്റോപ്പില്ല ഈ മംഗളാക്കി. പരപ്പനങ്ങാടി കഴിഞ്ഞിട്ടും പിന്നെ 1 മണിക്കൂറോ എങ്ങാണ്ടും കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റോപ്പുള്ളത്. അപ്പോൾ അതിലും ഭേദം ഞങ്ങൾക്ക് കോഴിക്കോട് ഇറങ്ങണം. പിന്നെ അനിയൻ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. പുലർച്ചയ്ക്ക് 2:30 എത്തേണ്ട വണ്ടി എത്തിയത് 5 മണിയാകുമ്പോഴാണ്. 4:55 5 മണിയാകുമ്പോഴാണ് കോഴിക്കോട് എത്തിയത്. 2 മണി 2:30 ആയപ്പോഴേക്കും തന്നെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ടൈം 5 മണിയായില്ലേ. പിന്നെ ഒരു 5:15 5:30 ആകുമ്പോഴേക്കും മെഡിക്കൽ കോളേജിലെത്തും. കുറച്ച് ദൂരമേ ഉള്ളൂ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മേനെ കാണാൻ പോയി. പക്ഷേ അവിടുന്ന് നമുക്ക് എൻട്രി ഉണ്ടോ ഇല്ലേ, പാസും കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പക്ഷേ ഏട്ടൻ്റെ ID കാർഡ് കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് സെക്യൂരിറ്റി അകത്തേക്ക് പോകാൻ സമ്മതിച്ചിട്ടോ. പിന്നെ അമ്മമ്മേനൊക്കെ കണ്ട് അന്നേരം വലിയ കുഴപ്പമില്ല. അമ്മമ്മ സംസാരിക്കണമൊക്കെ ഉണ്ടായിരുന്നു, എണീറ്റിരുന്നൊക്കെ ചെയ്തു. ഒറ്റയ്ക്കല്ല, ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഇരുന്നൊക്കെ ചെയ്തു. അമ്മയ്ക്ക് ഓക്സിജൻ കുറഞ്ഞു, കാർബൺ ഡയോക്സൈഡ് കൂടുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പം പെട്ടെന്ന് ബോധക്ഷയം വരും, മിണ്ടാട്ടം അനക്കം ഇല്ലാതാവുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടായപ്പം എമർജൻസി ആയിട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവിടെ അമ്മയും അമ്മേൻ്റെ അനിയത്തിയുണ്ട്, 2 ആളുണ്ട്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ രാവിലത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനും വേണ്ടിയിട്ടും പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. സാധാരണ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഫറൂഖിൽ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 9 9:30 10 മണിയൊക്കെ ആകുമ്പോഴാണ് സ്വന്തം ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. പക്ഷേ ഇപ്പം നമ്മുടെ സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ അനിയനെ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാറ് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ ഉള്ളതല്ല. അപ്പോൾ അവനെ വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്ക് സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ പെട്രോൾ പമ്പ് കയറി എണ്ണയൊക്കെ അടിച്ചു. പിന്നെ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു, അത്യാവശ്യം എന്തെങ്കിലും ചോറ് വയ്ക്കാനുള്ള അരി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, എമർജൻസി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പെരുന്നാളായതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ വലിയ പ്രശ്നമില്ല, അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഫുള്ള് മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ അധികം ഈ പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വിളിക്കാറുണ്ട്. പക്ഷേ ഏട്ടന് ഈ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയൊന്നും പറ്റൂല. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒന്നുണ്ടാക്കണം. പിന്നെ വീട്ടിലത്തെ അരിയോ മഞ്ഞൾ ഉപ്പ് അങ്ങനെയെല്ലാം ഞാൻ വടിച്ച് കാലിയാക്കിയിട്ട് പോരാറില്ല. ഒരു ദിവസത്തേക്ക് വെക്കാനൊക്കെ ഉള്ള അരി ഉണ്ടാവും അവിടെ. പിന്നെ പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, ആ രീതിയിൽ കഞ്ഞി വെച്ചാലും മതിയല്ലോ അന്നത്തെ ദിവസം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ വഴി വെച്ചിട്ട് ഏട്ടനൊരു എമർജൻസി കോൾ വന്നേ. അപ്പോൾ ഫോണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ് വണ്ടി. അപ്പോഴേക്കും നല്ല മഴയും പെയ്തു. നാട്ടിൽ വന്നിട്ട് ട്രെയിനിലിരിക്കുമ്പോൾ മഴ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം മഴ കണ്ടപ്പോൾ. അത്രയും ചൂടുന്നല്ലേ വരുന്നത്, നല്ല അടിപൊളി മഴയായിരുന്നു. പക്ഷേ വീട്ടിലെത്താനായപ്പോഴേക്കും മഴയൊക്കെ പോയി, ചാറ്റൽ മഴ മാത്രമുള്ളായിരുന്നു. കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കംഫർട്ടായിട്ട് സാധനങ്ങളൊക്കെ ബാഗൊക്കെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റി. പിന്നെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കണ്ടോ നിറയെ പാരിജാതം പൂത്തിട്ട് എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയോ. ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ പൂവിടാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വരുന്നു അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വരുമ്പോഴൊക്കെ. പക്ഷേ ഇപ്രാവശ്യം നിറയെ പൂത്തുണ്ട്. നിലത്തൊക്കെ അങ്ങോട്ട് അരി ചിന്തി പോലെ അരിമണി നിറഞ്ഞ് കിടക്കണ മാതിരിയാണ്, നല്ല സ്മെല്ല് വരുന്നത്. ഇങ്ങനെ 5-6 മാസത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. ഇനി വീട് ഒന്നേന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചതല്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.